എന്താ ഈ വേഷത്തില്? അയ്യോ, കാക്കി വേഷം. ഈ തറവാട്ടിലൊരു കാക്കിക്കാരൻ. എന്താ ശബ്ദം കേട്ടത്? അയ്യോ, കപ്പും സോസറൊക്കെ പൊട്ടിയല്ലോ. എന്താ ഉണ്ടായത്? ഒരു ദിവാസ്വപ്നം കണ്ട് പേടിച്ചു പോയി. പേടിക്കാൻ മാത്രം എന്താ കണ്ടത്? കാക്കിയിട്ട്. കാക്കിയോ? അതെ, ഞാനൊരു ഹോട്ടലിൽ നിന്ന് കാപ്പ് കുടിക്കാം. അപ്പൊ കാക്കിയിട്ട് ഒരു പോലീസുകാരൻ വന്ന് കപ്പ് സാസ്ത്രം കയ്യിൽ നിന്ന് മേടിച്ച് താഴെ ഇട്ട് പൊട്ടിക്കുക. എന്താന്ന് വെച്ചാൽ കാര്യം പറയില്ല. അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ദിവാസ്വപ്നം. അല്ല, ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ടിരുന്നാ മതിയോ? അവധി എനിക്ക് 10 ദിവസമായി. എന്ന് മുതലാ ഓഫീസിൽ പോണത്? ഞാനും അതേപ്പറ്റി ആലോചിക്കുകയാണ്. കുടിവെള്ളം മുട്ടിപ്പോന്ന പ്രശ്നമല്ലേ? കുടിവെള്ളോ? നീ വളരെ ഇന്നസെന്റ് ആണ്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, എന്നാലേ മനസ്സിലാവും. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ശമ്പളം. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. അപ്പൊ കുടിവെള്ളം മുട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. കാമധേനു മിൽക്ക് ബാർ പ്രൊപ്പറേറ്റർ ഈ രാജീവൻ ഹിയർ. രാവിലെ കറവക്കാരൻ അമറക്കം തുടങ്ങിയിട്ടുണ്ട്. എന്താ എടാ, 200 ലിറ്റർ പാലിന് നേരത്തെ ഓർഡർ ചെയ്ത് അഡ്വാൻസ് തന്നല്ലേ? ഓ, മറന്നു പോയോ? മറക്കരുതേ. എടാ, ഞാൻ കുറച്ചു ദിവസം സ്ഥാപനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തോണ്ട് മൊത്തം പ്രശ്നങ്ങളാണ്. ബിസിനസ് പ്രോബ്ലംസ്. എടോ, തൽക്കാലം അവിടെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അയാൾക്കെടുത്ത് കൊടുക്ക്. അവിടെയുള്ള മേശകസരം കൊടുക്കട്ടെന്നോ? എടോ, പാല് തനിക്കുള്ള വച്ചുണ്ട്. അവിടെ ഇവനെന്നെ കുളിപ്പിച്ച് കിടത്തും. ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയിൽ എന്റെ ഒരു ടെൻഷനായി. പ്രൊപ്പറേറ്ററോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അത്? ഈ തറവാട് ഒരു ക്ഷീരോത്പാദന കേന്ദ്രമാക്കരുത്. ക്ഷീരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്ഷീര വ്യവസായികൾ പറയാറുള്ള ഒരു തമാശ എനിക്ക് ഓർമ്മ വന്നത്. ഓ, നിങ്ങൾ തമാശയൊക്കെ പറയുമോ? വല്ലപ്പോഴും. എന്താണാവോ തമാശ? വൈക്കോലും പിണ്ണാക്കും കൊടുത്താൽ പശു നമുക്ക് പാല് തരും. ഓഹോ, ആ പാല് കുടിച്ച് നമ്മൾ കൊടുക്കുന്ന എന്താണെന്നറിയോ? എന്താണ്? മൂത്രം. നല്ല തമാശ. ഇതീ വേണോ? ഈ ടൈപ്പാണോ? മതിയായി. എന്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് മറ്റൊരു സന്ദർഭത്തിലാകാം. ഓക്കെ ഓക്കെ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ആഹ്ലാദം. എന്താ 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 ഇവിടെ ഒരു ചർച്ച? അല്ല, ഗീതൂട്ടി ഒന്നുകൂടി ബ്യൂട്ടിഫ്ലൈ എന്ന് ഞാൻ പറയായിരുന്നു. ശരീരമൊക്കെ ഒന്ന് കൊഴുത്ത്, കവളൊക്കെ നല്ല ആപ്പിള് പോലെ. നീ അത് വയ്ക്കോ, കുടിവെള്ളം ഞാൻ കൊടുത്തോളാം. എന്താ ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചോളാം. ഒഴുകി ഒഴുകി. അതെ, കുടുംബത്ത് വന്ന പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോടാണ് സംസാരിക്കേണ്ടത്. അതും മൂത്ത് നരച്ച് മൂക്കിൽ പല്ല് വന്ന ഒരു അവിവാഹിതൻ. ഈ തറവാട്ടിൽ ആദ്യം കയറി വന്നവൻ ഞാനായിരുന്നല്ലോ. അത് ബ്രോക്കറായിട്ട്. കല്യാണം കഴിഞ്ഞു, ഇനി ഒരു ബ്രോക്കറുടെ ആവശ്യം ഇവിടെ ഇല്ല. എന്റെ ജാതകം ഞാൻ ഇന്നലെ നല്ലൊരു ജോത്സ്യനെ കൊണ്ട് നന്നായിട്ട് നോക്കിച്ചു. ഒരു വിധവയെ കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ട് എനിക്ക്. വിധവയോ? അതെ, മനസ്സുകൊണ്ട് മോഹിച്ചൊരു പെൺകുട്ടിയെ തന്നെ. മനസ്സുകൊണ്ട് മോഹിച്ച പെൺകുട്ടി? അതെ, ലോറി ഡ്രൈവർ അല്ലേ. ഞാനൊരു ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്നു. ഒന്നുമല്ല, ബ്രേക്ക് പൊട്ടുകയോ എതിരെ ഒരു ബസ് ഫേസ് ഫേസ് ഇടിക്കുകയോ പാലത്തിൽ നിന്നും മറിഞ്ഞ് താഴേക്ക് വീഴുകയോ ലെവൽ ക്രോസിൽ വെച്ച് തീവണ്ടി കയറി ഇറങ്ങുകയോ അങ്ങനെ പലതും ഞാൻ പ്രതീക്ഷിക്കുന്നു സതീന്ദ്ര. അല്ല, ഇത് ആരെ? ഗണപതിയോ? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങനെ കയറി വരൂ ഗണപതി. നമസ്കാരം, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളേ. കണ്ടില്ലേ ഗണപതിയുടെ ഒരു സ്ഥാനം? ചാത്തന്റെ അമ്പലത്തിലായിരുന്നാലും ഗണപതി പ്രതിഷ്ഠയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. എന്താ അവിടെ ഒരു സംസാരം? താൻ വിഷമിക്കാതിരി. ബ്രോക്കർ ചാർജ് കൊടുത്തില്ലാതെ ഗണപതി പരാതി പറയായിരുന്നേ. എത്രയാണെന്ന് ഗണപതി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ആവശ്യമുള്ളപ്പോ ഞാൻ ഇവിടെ ഒന്ന് സാവകാശമായിട്ട് വാങ്ങിച്ചോളാം. അങ്ങനെ സാവകാശം ഒന്നും ആക്കണ്ട. ബ്രോക്കർ ചാർജ് തരാൻ ഗതിയില്ലാത്ത തറവാടൊന്നും അല്ലത്. മാത്രമല്ല, ഒരു ബ്രോക്കർ ഇങ്ങനെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങിയാൽ അതിന്റെ നാണക്കേട് നമ്മുടെ കുടുംബത്തിനല്ലേ ഡാഡി? എത്ര കമ്മീഷൻ എന്ന് വെച്ചാൽ ഈ ബ്രോക്കർക്ക് കൊടുത്തു വിട്ടേക്ക്. ഗണപതിക്ക് രൂപ എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ വന്നോളൂ. അയ്യോ, ടൈം ഒരുപാടായി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കാണും. ഈതുട്ടി മോളെ. ലോറി ഡ്രൈവറെ, നിനക്ക് ഫേസ് ടു ഫേസ് ഇടി ഓടനെ ഉണ്ടാവും. ഫുഡൊക്കെ ശരിക്കും കഴിക്കണം. അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞോ, ഞാൻ അതിനല്ലേ പോണത്. എന്താ? പുറത്ത് ഗണപതി ചേട്ടൻ എന്നെ കാണാനാവും വന്നത്. എന്തിനാ? അത് കല്യാണത്തിന് മുമ്പുള്ള ഒരു കണ്ടീഷനാ. കാശാണോ? കാശല്ല, പിന്നെ? കിഡ്നി. കിഡ്നിയോ? പേടിക്കണ്ട, ഞാൻ കൊടുക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? സപ്പോസ് അയാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് കിഡ്നി വിറ്റു എന്ന് പറഞ്ഞേക്ക്. ഈശ്വര, ഗണപതി ചേട്ടൻ നന്ദനായി പോണേ. രാജീവ
രാജു, ദേ ഞാനാ നിന്റെ ഗണപതി ചേട്ടൻ. ഹായ് ബ്രോക്കർ ചേട്ടൻ. ബിസിനസ് ടെൻഷൻ കാരണം ഞാൻ ബ്രോക്കറേറ്റിനെ ശ്രദ്ധിച്ചേയില്ല. എന്താ ബ്രോക്കറേട്ടാ? നീ കൂടി എന്നെ ബ്രോക്കറാക്കരുത്. ബ്രോക്കറേട്ടാ, ബ്രോക്കറേറ്റിനെ പിന്നെ ബ്രോക്കറേട്ടൻ എന്നല്ലാണ്ട് പിന്നെ മാമാന്ന് വിളിക്കാൻ പറ്റുമോ ബ്രോക്കറേട്ടാ? ബ്രോക്കറേട്ടൻ തന്നെ പറയും. ബ്രോക്കറേട്ടാ. അപ്പൊ പണി കഴിഞ്ഞപ്പോ ആ ശരി പടിക്ക് പുറത്തായല്ലേ? ശരി, ഞാൻ ബ്രോക്കർ തന്നെ ആവാം. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ കറവയിലെ പാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അകിട് ഇടിച്ചു പിടിഞ്ഞ് പശുക്കുട്ടിക്ക് പാൽ ലഭ്യമാക്കേണ്ട സാഹചര്യത്തിൽ അകിട് വീക്കത്തിന് സാധ്യതയേറുന്നു. ഈ അവസരത്തിൽ ഒരു മുലക്കാമ്പ് പശുക്കുട്ടിക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഉത്തമം. ബാക്കി 3 മുലക്ക പാൽ കറന്നെടുക്കാവുന്നതാണ്. ശുദ്ധമായ വെള്ളം കൊണ്ട് അകിട് തനിക്ക് എന്തിന്റെ വിഷമാണോ? താൻ എന്തിന്റെ ടി വി ഓഫ് ചെയ്യണം? തനിക്ക് കടിക്കണ്ടോ? എനിക്ക് കടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാന്തിക്കൊള്ളാം. പിന്നെ എന്തിനാ ഇവിടെ ഇട്ട് മാന്തണത്? അശ്ലീല പരിപാടികൾ കാണുന്നെങ്കിൽ പുറത്തു പോയി കണ്ടോണം. അശ്ലീല പരിപാടിയോ? ഓ, കുറെ നേരമായല്ലോ മൊലക്കാമ്പ് സംസ്കാരമില്ലാത്തവൻ. പശുവിന്റെ മുലയും മുലക്കാമ്പിനെയും അശ്ലീലമായി കാണുന്നവനാണ് സംസ്കാരമില്ലാത്തവൻ. ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരു വീടാണിത്. എന്റെ ഫാമിലി ഇവിടെ തന്നെ കഴിയണത്. നിന്റെ ഭാര്യ മാത്രമല്ല, ഭാര്യയുടെ അനിയത്തിമാര്, എന്റെ ഭാര്യ, അമ്മ. എന്റെ അമ്മയ്ക്ക് വിളിച്ചോ? ആര് വിളിച്ചു? താൻ വിളിച്ചില്ല ഇപ്പോ? ഞാൻ വിളിച്ചില്ല. എന്റെ അമ്മയെങ്കിൽ തന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് വിളിച്ചാ? ടി വി തൊട്ട് പോരുത്. ഞങ്ങള് ടിവിയുടെ മുമ്പിൽ വീഡിയോ ഗെയിം കളിക്കായിരുന്നു. അനിയൻ ആദ്യം ഓൺ ചെയ്യും, ചേട്ടൻ ആദ്യം ഓൺ ചെയ്യും. അനിയൻ ആദ്യം ഓൺ ചെയ്യും. ആദ്യം ചേട്ടൻ ഓൺ ചെയ്യും. നമുക്ക് ഒന്നിച്ച് ഓൺ ചെയ്യാം. ഓക്കേ. ഷോക്ക്. സർപ്രൈസ് അല്ല, ഷോക്ക്. ഇതല്ല അവിടെ. ഓ, ആ, എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ ടൗണിൽ വന്നതായിരുന്നു. മമ്മിയുടെ മെസ്സേജ് വന്നു. ആഹാ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ടൈം പാസ്. ഇപ്പൊ കൂടെ ഡാഡി നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഭർത്താവിനെ കിട്ടിയപ്പോ ഡാഡിയെ മറന്നു അല്ലേ? ഇവിടുന്ന് പെർമിഷൻ കിട്ടിയിട്ട് വേണ്ടേ? ദേ ഇപ്പൊ തന്നെ അരമണിക്കൂർ ഞാൻ തിരിക്കണമെന്ന ഓർഡർ. എന്താ ഇത്ര ധൃതി? നാളെ പോയാ പോരെ? അയ്യോ പറ്റില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബോംബെയിൽ നിന്ന് 2 ഫോൺ കോൾസ് വരാനുണ്ട്. മുത്തശ്ശൻ എവിടെ? മുത്തച്ഛനാണെങ്കിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ജയദേവന്റെ കാര്യം പറയാനേ സമയമുള്ളൂ. അച്ഛനകത്തുണ്ട്, വരൂ. നിങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞ ശേഷം മുത്തച്ഛന് വഴക്ക് പറയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ സ്വീകരണം? തറവാടി എന്നും തറവാടി തന്നെ. നമ്മൾ വെറും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ AVUT ഡിഗ്രിക്കാർ. AVUT അച്ചി വീട്ടിൽ ഉണ്ട് താമസിക്കുന്നവർ. എങ്കിൽ ഞാനത് പെടില്ല. എന്താ? ഞാൻ ഇവിടെ നിന്നാറില്ല. പിന്നെ ചപ്പാത്തിയാണ് കഴിക്കാറ്. ഓ, അപ്പൊ നീ AVCTT ആണോ? അച്ചി വീട്ടിൽ ചപ്പാത്തി തിന്ന് താമസിക്കുന്ന തെണ്ടി. കാക്കി പൊതിഞ്ഞ് ഈ കുരിശെന്തിനാ ഇങ്ങോട്ട് വരുന്നു? ചാണകം മരുന്ന്. നിന്റെ അടുത്ത് ആരാടാ? ചിറ്റപ്പ ഇവനെന്തിനാ തടയുന്നു? അങ്ങോട്ട് വന്നാൽ എല്ലാം പൊളിക്കും. ഞാൻ തറവാട്ടിന് തൊഴുത്തിലേക്കും. എന്റെ പൊന്നു വാടക ചിറ്റപ്പനല്ലേ? എന്താ? താനിത് എന്തിനുള്ള പുറപ്പെടാ? കാര്യങ്ങൾ വിശദമായി തറവാട്ടിൽ സംസാരിക്കാം. കാര്യങ്ങൾ സംസാരിക്കാൻ താൻ ആരാ? കാര്യസ്ഥനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ തടക്കരുത്. കടിഞ്ഞാണില്ലാത്തൊരു മുനിസിപ്പാലിറ്റി കുതിരയാണ് ഞാൻ. അങ്ങനെ ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി കഴുത മുന്നോട്ട് കുതിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ തടയരുത്. എന്റെ നിയന്ത്രണം പുറകിലാണ്. പുറകിലോ? എവിടെടോ? പുറകിലെന്ന് വെച്ചാൽ അവിടെ. ഗണപതി ചേട്ടാ? അല്ല, ബ്രോക്കർ. ഒരാവേശത്തിന്റെ പുറത്ത് അന്നങ്ങനെ വിളിച്ചു പോയതാ. ഞാനൊരു അബദ്ധത്തിലും അല്ല. നിങ്ങൾ വിളിച്ചതാണ് ശരി. ബ്രോക്കർ, ബ്രെയിൻ ഇല്ലാത്ത ബ്രോക്കർ. ആ ബ്രോക്കർ ഇന്നൊരു കോബ്രയായി കഴിഞ്ഞു. കിങ് കോബ്ര. കളം വരച്ച് കരുക്കൾ നീക്കിയ എനിക്ക് കളിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ കരുതിയല്ലേ? ഇവൻ എന്റെ കയ്യിലെ ഒരു 7ാം കൂലി തുറുപ്പ് മാത്രം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവന്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് 2 പേർക്കും പരസ്പരം അറിയില്ല. ഈ ഗണപതി അവിടെ കരുതലോടെ കളിച്ച് കള്ളന് കഴിവേറി കൂട്ട്. നിങ്ങൾ പരസ്പരം ഇപ്പോഴത്രമാത്രം അറിഞ്ഞാൽ മതി.
ഞാൻ പത്രോസിനെ കൊണ്ട് തൽക്കാലം പോകാം. പക്ഷേ ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് കാണണം. എന്തിനാ? ഒരു ചെറിയൊരു ഡിസ്കഷൻ. പരിശുദ്ധമായ കുടിവെള്ളത്തിൽ ഒരു പിടി മണൽ വാരിയിട്ടാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇവിടെ കലങ്ങിപ്പോ. പരിശുദ്ധമായ പാലിൽ ഒരു തുള്ളി നാരങ്ങാ നീര് വീണാൽ എന്ത് സംഭവിക്കും? ഇവിടെ തിരിഞ്ഞു പോകും. നിങ്ങൾ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിന് ആ ഒരു ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. ഓർമ്മയിലിരിക്കട്ടെ, ഇന്ന് രാത്രി 8 മണിക്ക്. കമാൺ. ആഹാ, ഇല്ലല്ലോ. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും രണ്ടുപേരും കൃത്യസമയത്തിനെത്തി. അനുസരണമുള്ള ഭർത്താക്കന്മാരാ. ഗണപതി ചേട്ടാ, അതെ, ദൈവമായിട്ട് യോജിപ്പിച്ചവരെ മനുഷ്യരായിട്ട് വേർപിരിക്കരുത്. അത് പണ്ട് ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞ ദൈവവചനം. പക്ഷേ നിങ്ങൾ രണ്ട് തറകളെ ആ തറവാട്ടിലേക്ക് കയറ്റിയത് ദൈവമല്ല, നിങ്ങൾ ബ്രോക്കർ എന്ന് വിളിക്കുന്ന ഈ ഗണപതിയാണ്. അതുകൊണ്ട് എന്റെ ബ്രോക്കർ ചാർജ് മാന്യമായി എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് രണ്ടുപേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എത്രയാ വേണ്ടത്? എത്ര തരും? എത്രയാന്ന് വെച്ചാ തുറന്നു പറ. 5 രൂപയോ? ഓ, 50. പിന്നെ 500? 50-മല്ല, 500-മല്ല, 5000-മല്ല. പിന്നെ 5000-ന്റെ കൂടെ നിസ്സാര ഒരു 0 കൂടി ചേർത്തോളൂ. 50,000 രൂപയോ? അത് തന്നെ 50,000 രൂപ. രണ്ട് അലവലാതെ അൽക്കുലത്തി ചെറ്റകളെ അന്തസ്വാഭിജാത്തുള്ള തറവാട്ടി വലിച്ചു കയറ്റിയതിന് 50,000 രൂപ എന്നാൽ അധികമാവൂ. ബ്രോക്കർ ചാർജിൽ ബാർഗൈനിങ് ഇല്ല. ഞാൻ 3 എണ്ണം. അതിനു മുമ്പ് എസ് ഓർണോ എന്ന് എനിക്കറിയണം. 1, 2, 3. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് തറവാട്ടി വെച്ച് കാണാം. രണ്ടുപേരും പെട്ടി പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ പറയണ്ട. തനിക്ക് പെട്ടിയില്ലേ? അതല്ല, എന്നോട് അല്പം കാരുണ്യം കാണിച്ചൂടെ? കാരുണ്യവും കാലിത്തീറ്റയും അങ്ങ് കാളച്ചന്തല്. ഇവിടെ കൊളവള സംസാരിക്കരുത്. യെസ് ഓർ നോ? ഞാൻ യെസ്. നാളെ കാലത്ത് കൃത്യം 9 മണിക്ക് താൻ കാശ് എന്നെ ഏൽപ്പിച്ചിരിക്കണം. 9 മണിക്ക് ബാങ്ക് തുറക്കണ്ടേ? ബാങ്ക് തുറക്കണ്ട, താൻ പാൽ ബാങ്ക് തുറന്നാ മതി. ശരി, എല്ലാ ബാങ്കുകളും തുറന്ന് താൻ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കാശ് എന്നെ ഏൽപ്പിച്ചിരിക്കണം. പൊയ്ക്കോളൂ. അതെ, അവനറിയണ്ട. കാശിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കുറച്ച്. താ ഒരുമാതിരി പന്ന പാൽക്കാരന്റെ സ്വഭാവം കാണിക്കരുത് കേട്ടോ. പോടോ. അല്ല, ഞാൻ മറ്റേ ഒരു ഞമ്മില്ല. പോ. ഹലോ, തന്റെ തീരുമാനം? എന്റെ കാശ് അച്ഛൻ തരും. അച്ഛനാ? അതെ, എന്റെ അച്ഛൻ മണ്ണൂർ മാധവ മേനോൻ. എനിക്ക് ഫീസ് വേണ്ടായേ. എന്റെ പെണ്ണിനെ തട്ടിയെടുത്തിട്ട് നീ എന്നെ വരട്ടുന്നോടാ എമ്പോക്കി. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിന്? ഓർമ്മയില്ലേ? എന്താ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മണ്ണൂര് മാധവ മേനോൻ. പട്ടി, നിന്റെ കിളിക്ക് ഞാൻ 2 പെഗ് ചെലുത്തി കൊടുത്തപ്പോ അവൻ കിളി പറയും പോലെ മണിമണിയായിട്ട് സത്യം പറഞ്ഞു. നീ തന്തയ്ക്ക് പറഞ്ഞ മകനല്ലെന്നും മകന് പറഞ്ഞ തന്തയാണെന്നും. 2 in 1. എല്ലാം അറിഞ്ഞല്ലേ? അറിഞ്ഞടാ, അറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. നീചനും ചതിനുമായി നിനക്കിനി അവധിയില്ല. എന്റെ പണം ഇന്ന്, ഇപ്പോ, ഈ നിമിഷം കിട്ടണം. ഈ നിമിഷം കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ പോവാനാ? കാക്കി കൊടുത്തോണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല. ഒരാഴ്ചത്തെ അവധി തന്നാൽ എങ്ങനെയെങ്കിലും ഞാൻ കാശെത്തിക്കാം. വീട്ടിൽ പറയരുത്. മാനുഷിക പരിഗണന വെച്ച് നിനക്ക് എന്നെ ഒരാഴ്ചത്തെ അവധിയായിരുന്നു. ഈ ഒരാഴ്ചക്കകം എനിക്ക് എന്റെ പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ കുടുംബത്ത് വന്ന് കുടിവെള്ളത്തിൽ ഞാൻ വിഷം കലക്കും. ഓർമ്മയിലിരിക്കട്ടെ.